വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിസ മൺവട്ടാണ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഫെങ്ഷുയി വെൽത്ത് കോച്ച്. ഞാനിന്ന് പറയാൻ പോകുന്നത് മനസ്സിനെ കുറിച്ചാണ്. നമ്മളൊക്കെ പറയുമല്ലേ, എനിക്കിപ്പോൾ മനസ്സില്ല, മനസ്സിലായോ, മനസ്സിലാവുന്നുണ്ടോ, അല്ലെ മനസ്സിലായില്ല, എനിക്കിപ്പോൾ മനസ്സില്ല, എൻ്റെ മനസ്സ് വേദനിക്കുന്നു, മനസ്സാക്ഷി ഇല്ലാത്തത്, ഇങ്ങനെ മനസ്സിനെ കുറിച്ച് നമ്മളെല്ലാം പലതും പറയും. ഈ മനസ്സ് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. മനസ്സ് ഒരു അവയവമല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കറണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ശ്വസിക്കുന്ന വായു കണ്ടിട്ടുണ്ടോ? അതുമില്ല. പക്ഷേ ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമുക്കത് ഫീൽ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അപ്പം എൻ്റെ ഗുരുക്കന്മാരൊക്കെ എന്നോട് പറഞ്ഞത്, എന്നെ പഠിപ്പിച്ചത്, മനസ്സെന്ന് പറയുന്നത് സ്ഥൂലമായ ശരീരത്തെ സൂക്ഷ്മമായ ഒരു അംശമാണെന്നാണ്. അതായത് എനർജിയാണത്. ഈ മനസ്സ് നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ മനസ്സില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്ത് നിന്ന് കാണുന്ന സകല നിർമ്മിതികളും ഒരാളുടെ മനസ്സിൽ ഉദിച്ച കാര്യമാണ്. പിന്നീട് അവരതൊരു ഒബ്ജക്റ്റിലേക്ക് മനസ്സിൽ 100,000 വട്ടം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അതിനെ സ്വപ്നം കണ്ട് അതൊരു ഒബ്ജക്റ്റിലേക്ക് അവർ പകർത്തി പിന്നീടാണ് ഇത് റിയാലിറ്റിയായി മാറുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡിയൊക്കെ നടത്തി, ഒരു റിസർച്ചൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരിടമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ മനസ്സിന് തന്നെ 3-4 അറകളുണ്ട്, ലെയറുകളുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ ഒരു 2-3 അതല്ല, വേറെ ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളതൊരു 3-4 എണ്ണത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, കോസ്മിക് കോൺഷ്യസ് മൈൻഡ്, അനലിറ്റിക്കൽ അഥവാ ക്രിട്ടിക്കൽ മൈൻഡ് അഥവാ അനലിറ്റിക്കൽ മൈൻഡ്. ഈ 4 മൈൻഡുകളാണ് ഞാൻ പറയുന്നത്. അത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുക, കേൾക്കുക, പറയുക, ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ഈ കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. അതൊരു 10% വരുള്ളൂ. പിന്നെയുള്ളത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതാണ് നമ്മുടെ 90%. നമ്മുടെ ആഴക്കടലിലാണ് ചിപ്പിയും മുത്തും വിലപിടിപ്പൊക്കെ ഉള്ളതെന്നൊക്കെ പറയൂലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഈ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് സകലം സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിലാണ്, ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റോർ വെച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിനകത്ത് സ്ക്രീനിലും പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളില്ലേ, അത് സ്ക്രീനിലേക്ക് നമ്മളിങ്ങനെ അനലിറ്റിക്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്രീനിലേക്ക് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, സ്ക്രീനിലേക്ക് വരുന്നില്ലേ എന്ന് പറയും പോലെ തന്നെ. അപ്പം ഈ മനസ്സുപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിനെ ജയിച്ചവൻ രാജാവാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ മനസ്സിനെ ജയിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പമാണ്. അതിന് നമ്മളെ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ സഹായിക്കും. ഈ മനസ്സിനെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഠിനമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മളൊരു വേയിൽ കൂടി തന്നെ പോയി കഴിയുമ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് ജയിച്ചെടുക്കാൻ സാധിക്കും. സാധാരണ മനസ്സാണ് നമ്മളെ ഭരിക്കുന്നത്, പക്ഷെ നമ്മളായിരിക്കണം നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടത്. പക്ഷെ നമുക്കത് അറിയാതെ പോകുന്നതുകൊണ്ടാണത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നതാണ് കോസ്മിക് കോൺഷ്യസ് മൈൻഡ്. അത് നമ്മുടെ പ്രപഞ്ചമായിട്ട് ഇൻട്രാക്റ്റാണ്. പിന്നെ നമ്മുടെ ജീവിതം തകർത്ത് നശിപ്പിച്ചോ കുട്ടിച്ചോറാക്കി കൈ തരുന്ന ഒരാളാണ്, ഒരു മൈൻഡാണ് ഈ ക്രിട്ടിക്കൽ മൈൻഡ് അഥവാ അനലിറ്റിക്കൽ മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ബോഡിയായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ തലയുടെ ഭാഗമാണ്. ഈ കഴുത്തിന് മുകളിലേക്ക് തലയുടെ ഭാഗത്ത് നമുക്ക് കോൺഷ്യസ് മൈൻഡായിട്ട് വരും. ഈ കഴുത്തിന് താഴോട്ട് നമ്മൾ കാൽപാദത്തിന് മുകളിൽ വരെ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് വരും. ഈ കാൽപാദമാണ് കോസ്മിക് കോൺഷ്യസ് മൈൻഡായിട്ട് വരുന്നത്. ഈ കഴുത്തിൻ്റെ ഭാഗം ക്രിട്ടിക്കൽ മൈൻഡ് അഥവാ അനലിറ്റിക്കൽ മൈൻഡായിട്ട് വരും. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും. നമ്മൾ വേറെ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറും. നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിന് കിട്ടുന്ന മുഴുവൻ അതവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ കാൽപാദത്തിൽ കൂടിയാണ് ഈ നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകൾ മുഴുവൻ നമ്മുടെ കാൽപാദത്തിൽ കൂടിയാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്ന് അത് വഴിയാണ് പ്രപഞ്ചത്തിലേക്ക് അത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, നെഗറ്റീവായിട്ട് നമ്മളെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ടോ ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യരുതെന്ന് ഈ പറയുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് ചെയ്യുന്ന കാര്യം മുതൽ രാത്രി കിടക്കുന്നവരെ നമ്മുടെ ഉള്ളിലേക്ക് കൂടി കടന്നു പോകുന്ന സകല ചിന്തകളും
ഈ നമ്മുടെ ഈ പ്രപഞ്ചമായിട്ട് ഇൻട്രാക്ഷൻ ആവുന്നുണ്ട്. അത് നമ്മുടെ ഈ കാൽപാദങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ആചാര്യന്മാരൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് നേരമെങ്കിലും നമ്മുടെ കാല് ഒന്ന് ഭൂമിയിൽ ചവിട്ടി നടക്കണം എന്നൊക്കെ നമ്മളോട് പറയുന്നത്. നമ്മളൊക്കെ വിചാരിക്കും അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കുന്നു. അതൊന്നുമല്ല. പിന്നെ നമ്മുടെ വരുന്ന ഒരു മൈൻഡാണ് ഈ ക്രിട്ടിക്കൽ മൈൻഡ് അഥവാ അനലിറ്റിക്കൽ മൈൻഡ്. രാവിലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ, രാവിലെ നമ്മൾ എണീക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മൈൻഡ് നമ്മളോട് പറയും നല്ല തണുപ്പില്ല, ഇച്ചിരോട് കഴിഞ്ഞിട്ട് അങ്ങനെ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. ആ മൈൻഡാണ് നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുവാണ്, ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഉടനെ അത് നമ്മളോട് ചോദിക്കും നിനക്കത് കിട്ടുമോ, അവിടെ നിനക്കൊക്കെ എത്രയോ നന്നായിട്ട് അറിയാവുന്നവർ വരുക. ഉടനെ നമ്മുടെ മനസ്സ് നമ്മൾ ഡൗൺ ആയി, നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ലോ ആകാൻ വേണ്ടി ഒറ്റ ഒരു ഇത് മൈൻഡിൻ്റെ ഈ ക്രിട്ടിക്കൽ മൈൻഡിൻ്റെ ഒരൊറ്റ ചോദ്യം മതി. പിന്നെ ഒരു ബിസിനസ് ഇറങ്ങുവാണെങ്കിൽ ഇതിനെക്കൊണ്ട് സാധിക്കുമോ? അത് എത്രയോ ബിസിനസ്സുകാർ ഇതുപോലെ ഇങ്ങനെ വന്നേക്കുന്നു പോയേക്കുന്നു. പിന്നെ എന്തുമാത്രം കോമ്പറ്റീഷനുള്ള സ്ഥലത്തേക്കാണ് നീ ഇറങ്ങുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ നിരന്തരം അതിനകത്തുനിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഇത് തന്നെ, ഒരു വീട് വെക്കാൻ തുടങ്ങുകയാണ്, ഇപ്പം അതിനുള്ള പൈസ ഉണ്ടോ, ഇതിനൊക്കെ എവിടെ നമുക്ക് പൈസ ഉണ്ട്, ഇങ്ങനെ നിരവധി നെഗറ്റീവായിട്ടൊരു ചിന്തകൾ. ഈ ക്രിട്ടിക്കൽ മൈൻഡാണ് ഇതുകൊണ്ട് ഇതിനെല്ലാം അടക്കിയിരുന്നുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്നത്. പിന്നെ വേറൊരു മൈൻഡും കൂടി ഉണ്ട് നമുക്ക്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. നമ്മൾ ഉറങ്ങുന്ന മുതൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കിടക്കുന്നു, നമ്മളെപ്പോഴെങ്കിലും കോമ സ്റ്റേജിലേക്ക് പോകുന്നു, നമ്മളെപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് പോകുന്നത്, ഇതെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ മനസ്സിൽ നമ്മൾ ഒന്ന് പഠിച്ച് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് വരുതിയിലാക്കി നിർത്താൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ പകുതി വിജയം നേടാൻ സാധിക്കും. അതായത് നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന ശേഷം നമ്മൾ ഒരു 2-3 വർഷം മുമ്പ് നമ്മളൊരു കാശ്മീർ സന്ദർശിക്കാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു വർഷം മുമ്പേ നമ്മളൊരു നല്ലൊരു സ്ഥലത്തൊരു ഹോട്ടലിൽ പോയിട്ടൊരു ഫുഡ് കഴിച്ചു. നമ്മളിരുന്ന് കണ്ണടച്ചിരിക്കുക. ഈ കായെന്നുള്ള വാക്ക് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ കായിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു. ഈ കായെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ കായിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു. ഉടനെ തന്നെ നമ്മുടെ മൈൻഡ് നമ്മളെയും കൂട്ടി കാശ്മീരിലെത്തിയിരിക്കും. അവിടെ ഒരു സ്റ്റോറിൽ ഒരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു ഷോൾ വാങ്ങിച്ചത്, അത് എടുത്ത് നോക്കി, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, എത്ര മനോഹരമെന്ന് നമ്മൾ പറഞ്ഞത്, നമ്മളത് വാങ്ങിച്ചത്. കാരണം മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇമേജ് ആൻഡ് ഇമോഷനാണ്. അപ്പം നമ്മൾ ആ ഇമോഷനോട് കൂടിയാണ് നമ്മൾ ഈ പറയുന്നത്, അതവിടെ സ്റ്റോറായി. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ആവാതെ പോകാൻ കാരണം. അപ്പോൾ അന്നേരത്തിന് നമ്മളെയും കൂട്ടി അത് കാശ്മീരിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, നമ്മുടെ നമ്മൾ കിച്ചണിലേക്ക് ചെല്ലുകയാണ്, അവിടെ നമ്മളൊരു കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപാടെ ഈ കറി കണ്ടപാടെ ഇമേജ്, അത് നമ്മൾ കാശ്മീരിൽ പോയപ്പോൾ നമുക്കൊരു ഇമോഷനാണ് നമുക്ക് ഓർമ്മയിൽ വന്നത്. ഈ ഇമേജ് കണ്ടപാടെ നമ്മൾ 1 വർഷം മുമ്പ് കഴിച്ച ആ രുചി നമ്മുടെ നാവിൽ അപ്പോഴും അതുപോലെ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡിനെ നമുക്കൊന്ന് ജയിക്കാൻ സാധിച്ചാലാണ് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മൈൻഡിലേക്കാണ് നമ്മൾ 21 ദിവസം 21 പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ അഫർമേഷൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ജീവിതത്തിൽ റിയാലിറ്റിയായി മാറുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ റിയൽ ഫാക്റ്റാണത്. അപ്പോൾ ആ മനസ്സിനെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് ഈ അറിവെന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരു പ്രകാശമാണ്. അത് പ്രകാശം അന്ധകാരത്തെ നീക്കിക്കളയും. ഈ അറിവും അവസരങ്ങളൊന്നും എപ്പോഴും നമ്മളെ തേടി വരത്തില്ല. അപ്പം ചെറിയ ചെറിയ അറിവുകളാണെങ്കിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് മറ്റുള്ളവരെ പരിഹസിക്കാനും നമുക്ക് അവരെ കുറ്റം പറയാനൊക്കെ വളരെ ഈസിയായിട്ട് സാധിക്കും. പക്ഷെ നമുക്കൊരു ചെറുപേരിലെനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയല്ല നമ്മുടെ ജീവിതത്തിൽ അത് എന്തെങ്കിലും അതിനെ സ്വാധീനിക്കാൻ പറ്റുമോ, നമുക്കത് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കുക, സത്യമാണോ. കാരണം നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ എത്രമാത്രം കുട്ടിച്ചോറാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറി ചിന്തിച്ച് എപ്പോഴും നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറയുക ഐ ആം ദി ബെസ്റ്റ്, എന്നെപ്പോലെ ഈ ലോകത്തിൽ വേറെ ആരും ഇത്രയും നല്ലതായിട്ടില്ല, ഞാനാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മളോട് തന്നെ പറയുക.
ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിക്കളയുക. ദേഷ്യമോ വാശിയോ വെറുപ്പോ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ മാലിന്യങ്ങളെല്ലാം നമ്മളൊന്ന് എടുത്തു മാറ്റി ഒന്ന് ശുദ്ധീകരിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പൂക്കൾ വേണ്ട, പൂന്തോട്ടം വേണ്ട, ഒരു ചെടി റോസാ ചെടി നിൽപ്പുണ്ട്. എവിടെ നിന്നെല്ലാം ചിത്രശലഭം നല്ല ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അവിടേക്ക് പറന്ന് വരും. അതെന്താ? അതിൻ്റെ ഭംഗിയും മണവും കണ്ടിട്ടാണ് അത് വരുന്നത്. അതേസമയം നമ്മൾ കുറേ വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അട്ടയും പുഴുവും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അത് ആകർഷിച്ച് വരുള്ളൂ. അപ്പം നമ്മുടെ മൈൻഡിലേക്ക് ആകർഷിച്ച് വരേണ്ട നല്ല ചിന്തകളായിരിക്കണം. ആദ്യം നമ്മളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. അതിനുശേഷം നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും, അവരെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. പറയുന്നവർ അവർക്കൊന്ന് പറഞ്ഞോട്ടെ, അവരെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ. അവർക്ക് ജീവിതത്തിലൊന്നും ഒരു ഇഞ്ച് പോലും ഉയരാൻ സാധിക്കത്തില്ല. ഞാനൊക്കെ ഇത് പഠിച്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിലേക്കൊക്കെ വന്ന മാറ്റങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ അപ്പം അത് ബിസിനസ് ആയിക്കൊള്ളട്ടെ, ജോലി, ക്യാഷ് ആയിക്കൊള്ളട്ടെ, എന്തും നമ്മൾ ആഗ്രഹിക്കാൻ നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയുക, നമ്മുടെ സമയം ചിലവഴിച്ച് നമ്മുടെ മൈൻഡിനെ നമുക്കൊന്ന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക. അറിവെന്ന് പറയുന്നത് പ്രകാശമാണ്. അതപ്പം അറിവില്ലായ്മയുടെ അന്ധകാരം എല്ലാ ഹൃദയങ്ങളും മാറിപ്പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.